ഹലോ, ഇന്നത്തെ വീഡിയോ കട്ടിങ്ങും ടൈലറിങ്ങും ഒന്നുമല്ല കേട്ടോ. ഞായറാഴ്ച ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്നപ്പോൾ അമ്മ പറഞ്ഞു എണ്ണ കാച്ചി തരാമെന്ന്. അപ്പോൾ ഞാനും കരുതി അതൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന്. അങ്ങനെ വെയിലൊക്കെ ആറിക്കഴിഞ്ഞപ്പോൾ ഞാനും മാധവും കൂടെ കഞ്ഞുണ്ണി പറിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ പാടത്തേക്ക്. പക്ഷെ അധികം ഇലകളൊന്നും കിട്ടിയില്ല. നല്ല വെയിലായിരുന്നു, ആയിരുന്നതുകൊണ്ട് നീരുള്ള ഇലകളൊക്കെ കുറവാണ്. എന്നാലും കുറേ തപ്പി പാടത്തിൻ്റെ വരമ്പത്ത് കൂടെയൊക്കെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളക്ട് ചെയ്തു. പക്ഷേ വളരെ ശോഷിച്ച ഇലകളായിരുന്നു. അത് ഇടിച്ചു പിഴിഞ്ഞാൽ എത്ര നീര് കിട്ടുന്നൊന്നും അറിയില്ല. അങ്ങനെ കിട്ടിയ കഞ്ഞുണ്ണികളൊക്കെ പറിച്ചെടുത്തു. പണ്ട് അമ്മ സ്ഥിരം കാച്ചിരുന്ന എണ്ണയായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ടും ഈ എണ്ണ കാച്ചിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടും ഒക്കെ കൂടെ നിർത്തിയതായിരുന്നു. പിന്നെ വീട്ടിലുള്ള എല്ലാ ചെമ്പരത്തിമുട്ടുകളും കറ്റാർവാഴയും പിന്നെ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല, തെച്ചിപ്പൂ, തുളസി അതെല്ലാം പറിച്ചെടുത്തു. തെച്ചിപ്പൂ വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. 2 ദിവസം മുന്നേ ഉള്ളതെല്ലാം അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറിച്ചതുകൊണ്ട് ഇപ്പോൾ കുറച്ച് തെച്ചിപ്പൂവേ കിട്ടിയുള്ളൂ. തുളസിയും അധികം ഇല്ല, കുറവാണ്, വേനൽക്കാലമല്ലേ. അപ്പോൾ തുളസിയും അധികം കിട്ടിയില്ല. അപ്പോൾ കിട്ടിയതെല്ലാം കൂടെ പറിച്ചെടുത്തു. വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാം കുറേ വേണം. പിന്നെ ഈ കന്നിക്കൂർക്കയില്ലേ, അതൊക്കെ വേണം. പക്ഷെ അതൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കൂടെ പറിച്ചെടുത്തു. നല്ലോണം കഴുകി ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ശരിക്കും ഇത് അമ്മ കാച്ചിരുന്നത് പോലെ തന്നെ കാച്ചുകയാണെങ്കിൽ ഇനിയും ഒരുപാട് സാധനങ്ങൾ വേണം കേട്ടോ. അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ വീട്ടിൽ നമുക്ക് അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചായതുകൊണ്ട് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ശരിക്കും ഇത് ഉരുളിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് ചാറൊക്കെയാണ് എടുക്കേണ്ടത്. പക്ഷെ നമ്മളത് എളുപ്പത്തിന് വേണ്ടി മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഒരു 2 നാളികേരത്തിൻ്റെ പാലെടുത്തിരുന്നു. അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച എല്ലാ ഇലകളും പൂക്കളൊക്കെ അരിഞ്ഞത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീരും കൂടെ എടുത്തിട്ടാണ് ഈ നാളികേരപ്പാലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ലിറ്റർ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഇവിടെ ആട്ടിച്ച വെളിച്ചെണ്ണയാണ്, വീട്ടിൽ തന്നെ ഉള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ, വാങ്ങിയതല്ല. 2 ലിറ്ററിനെയാണ് കാച്ചുന്നത്. അപ്പോൾ 2 ലിറ്റർ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നല്ലോണം തിളപ്പിക്കുക. അങ്ങനെ നല്ലോണം തിളയ്ക്കണം. നല്ലോണം തിളച്ച് എണ്ണ തെളിഞ്ഞ് വരും. ഇതിപ്പോൾ ചെളി പാകമാണ് കേട്ടോ. ഇതിലിങ്ങനെ ഓരോ പാകങ്ങളുണ്ടല്ലോ എണ്ണ കാച്ചുമ്പോൾ. അതിൽ ഇപ്പോൾ കണ്ടതാണ് ചെളി പാകം.
നമ്മളിങ്ങനെ ചളി പോലെ ഇരിക്കും അതിൻ്റെ ചണ്ടി ഇങ്ങനെ എടുക്കുമ്പോൾ. അതും കഴിഞ്ഞിട്ട് മണൽപ്പാകം എന്ന് പറയും. മണൽപ്പാകമാകുമ്പോഴാണ് എണ്ണ കറക്റ്റ് ഫോമിലേക്ക് വരിക. അതിപ്പോൾ മണൽപ്പാകം ആയതുകൊണ്ടാണ് കോരിയിട്ട് കിട്ടാത്തത്. കണ്ടോ, ഈ മണൽത്തരി പോലെ ഇങ്ങനെ കിടക്കും. അതാണ് എണ്ണ കാച്ചുമ്പോഴുള്ള കറക്റ്റ് പാകം കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതാണ് കറക്റ്റ് എണ്ണ കാച്ചുമ്പോഴുള്ള പാകം. അപ്പോൾ നമ്മുടെ എണ്ണ റെഡിയായി. അതിലേക്ക് നമ്മൾ കർപ്പൂരം അഞ്ചനക്കല്ലും കൂടെ പൊടിച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതും കൂടെ എണ്ണയിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്.